പത്തനംതിട്ട അടൂർ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷം. നഗരസഭാ ചെയർപേഴ്സൺ CPIM അടൂർ ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ദിവ്യ റെജി മുഹമ്മദ് കഴിഞ്ഞ ദിവസം കൗൺസിലർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ CPIM കൗൺസിലർ റോണി പാണംതുണ്ടിൽ ഒരു ശബ്ദ സന്ദേശം വിട്ടു. അടൂരിലെ മയക്കുമരുന്ന് മാഫിയയുമായി ചെയർപേഴ്സൺ ദിവ്യയ്ക്ക് ബന്ധമുണ്ടെന്നും മയക്കുമരുന്ന് വ്യാപനത്തിന് കാരണം ചെയർപേഴ്സണും ചിങ്കിടികളുമാണെന്നുമായിരുന്നു കൗൺസിലർ റോണിയുടെ ശബ്ദ സന്ദേശം. ചെയർപേഴ്സൺ എന്ന് ചൊക്ലി എന്ന് പറഞ്ഞ കടയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചെയർപേഴ്സന് ഭയങ്കര ക്യൂരിയോസിറ്റി മുഖത്ത് ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയോടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രീകരിച്ച് വിൽക്കുന്ന അടൂർ ടൗണിൽ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ചെയർപേഴ്സൻ്റെ ശിങ്കടിമാരുമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു മാനേജ്മെൻറ്റിനെതിരെ, ഒരു അമ്പലത്തിനെതിരെ, ഒരു നാട്ടിലെ ജനങ്ങൾക്കെതിരെ ചെയർപേഴ്സൺ തീരുമാനമെടുക്കാൻ മടിച്ചിരിക്കുന്നു? ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ പ്രതികരിച്ചു. തനിക്ക് ലഹരിമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കാൻ ചെയർപേഴ്സൺ കൗൺസിലർ റോണിയെ വെല്ലുവിളിച്ചു. എന്ത് നടപടി ആരെടുത്തോണമെന്ന് ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയല്ല, അതിനകത്ത് വന്ന മെസ്സേജ് ഞാൻ കേട്ടു. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളാനാണ് പറഞ്ഞത്. അത് എനിക്കെതിരെ നടപടി എടുത്തോളാൻ ഞാൻ പറഞ്ഞു എന്നല്ല. തനിക്കെതിരെ കൗൺസിലർ റോണി അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ചെയർപേഴ്സൺ ദിവ്യ പറഞ്ഞു. സാറേ, അടിസ്ഥാനരഹിതമായ ഒരു കാര്യത്തിന് ആർക്കും ആരെ പറ്റി എന്തും പറയാം. അതിനകത്ത് തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, അതിനകത്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും എനിക്കെതിരെ വന്ന ഒരു ന്യൂസിനെതിരെ ഞാൻ എന്തായാലും നിയമപരമായി തന്നെ പോകും, രാഷ്ട്രീയപരമായി ഞാൻ പോകും. അല്ലാതെ എന്താണെന്ന് വിഷയം പോലും എനിക്കിപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോഴും പറയാൻ അറിയില്ല. ഞാൻ എന്തിനെ ബേസ് ചെയ്താൽ പറയുന്നത്? മയക്കുമരുന്നിന് ഒരിക്കൽ പോലും ആരെങ്കിലും ഈ വന്ന കാലത്ത് പോകും. ഞാൻ ഈ 2 മക്കളുടെ അമ്മയാണ്. ഇതിലെല്ലാം ഉപരി ഞാൻ 2010 മുതൽ ജനപ്രതിനിധിയാണ്. അന്നും ഞാനൊരു അധ്യാപികയും കൂടിയാണ്. അധ്യാപിക ഒരിക്കലും സമൂഹത്തിനെ മോശമായ രീതിയിലേക്ക് പോകാൻ നമുക്ക് അങ്ങനെ മനസ്സിൽ പോലും ചിന്തയില്ല. പിന്നെ എന്താണ് ആ പറയുന്ന കൗൺസിലർക്കുണ്ടായ ഒരു ഇതെന്നുള്ളത് എനിക്കറിയില്ല. ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. അടൂരിലെ ലഹരി മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയും അവരിൽ നിന്നും പങ്കുപറ്റുകയും ചെയ്യുന്ന ചെയർപേഴ്സണാണ് അടൂരിൽ ഭരിക്കുന്നതെന്നാണ് CPMന്റെ കൗൺസിലർ കൂടിയായ ശ്രീ റോണി പാണംതുണ്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അടൂരിലെ മിക്ക കച്ചവടങ്ങൾക്ക് പിന്നിലും അടൂരിലെ ചെയർപേഴ്സൻ്റെ പങ്കുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞ സാഹചര്യത്തിൽ ഈ അടൂരിലെ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ മാർഗം, അല്ലാതെ യാതൊരു മാർഗവുമില്ല. CPIM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ ചെയർപേഴ്സണെതിരെ CPIM കൗൺസിലർ തന്നെ ലഹരിമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചത് CPIM നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.